ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ 30-ാം തീയതി വരാൻ വേണ്ടി പോവുകയാണ്. അതായത് ഒഴിവുകളുടെ ചാകര തന്നെയാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതായത് നല്ല രീതി ഏകദേശം 3000+ വേക്കൻസികൾ നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്കറിയാം 2426ഓളം എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും ഒരു വർഷവും 3 മാസത്തോളവും ആ ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പൊ വീണ്ടും ഒരു 1000-ന് മുകളിലേക്ക് പോകും. അപ്പൊ അടുത്ത ഒരു എന്താണ് എക്സാം എഴുതി കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് 3 വർഷം കൊണ്ട് ഏകദേശം 3000+ വേക്കൻസി അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ എന്താണ് സർക്കാർ ജോലിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒന്നാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസരം, ഈ ഒരു ചാകര കൊയ്ത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് പഠിക്കണമെന്നും സിലബസ് എന്തായിരിക്കുമെന്നും നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹോട്ട് ടോപ്പിക്സ് എന്താണ്, ആ ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഈ മാസം 30-ാം തീയതി നമ്മുടെ ഗസറ്റ് വിജ്ഞാപനം വരും. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. കമ്പനി ബോർഡ് LGS ഒക്ടോബർ 30-ഓടെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 30-ന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. ഇതിന്റെ അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 3 ആയിരിക്കും. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 3 ആയിരിക്കും. ഇതിന്റെ യോഗ്യത ചോദിച്ചാൽ 7-ാം ക്ലാസ് വിജയമാണ്. ഇതിൽ ഒരു ഡിഗ്രിക്കാരന് അപേക്ഷ അയക്കാം. നിങ്ങളൊരു ബിരുദധാരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ, എത്ര ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് കമ്പനി ബോർഡ് LGS. പക്ഷെ 7-ാം ക്ലാസ് ആയിരിക്കും അതിന്റെ യോഗ്യത. 7-ാം ക്ലാസ് വിജയിച്ച ഏതൊരാൾക്കും എന്താണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഈ മാസത്തോടെ ഏറ്റവും ഉയർന്ന എന്താണ് ആളുകൾക്ക് പോലും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു LGS വരാൻ വേണ്ടി പോകുന്നു. ഇത് 2 ഘട്ട പരീക്ഷ ഉണ്ടാകുമോ, ഒറ്റഘട്ട പരീക്ഷ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. 2 ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു തസ്തിക അപേക്ഷ കൊടുത്താൽ നമുക്ക് തീർച്ചയായും ഇതിന് ഒരു 2 ഘട്ട പരീക്ഷ ഉണ്ടാകുമെന്ന് പറയേണ്ടി വരും. പ്രിലിംസും മെയിൻസും ഉണ്ടാകും. അല്ലെങ്കിൽ ഒറ്റ പരീക്ഷയാകും. ഇവിടെ നമ്മൾ പ്രിലിംസും മെയിൻസും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. പ്രിലിംസും മെയിൻസും ആണെങ്കിൽ മെയ് മാസമോ ജൂൺ മാസമോ പരീക്ഷ നടത്തും. മെയ് മാസം എന്ന് പറയുന്നത് നമ്മുടെ എലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്, നിയമസഭാ എലക്ഷൻ. അത് ഒരു മെയ് 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് കഴിയും. അപ്പൊ അതിനുശേഷം അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാം. ഇതിന്റെ പ്രിലിമിനറി പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മെയിൻസും നമുക്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മെയിൻസും പ്രതീക്ഷിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് പ്രിലിംസും മെയിൻസും ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഘടന എന്ന് പറയും. ഇനി ഒറ്റ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഇതിന്റെ മെയിൻ പരീക്ഷ നടക്കും. അതായത് ഒറ്റഘട്ട പരീക്ഷയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഒറ്റഘട്ടം അല്ലെങ്കിൽ 2 ഘട്ടമാണെങ്കിൽ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൃത്യമായിട്ട് ആളുകളുടെ എണ്ണം വെച്ചിട്ടേ പറയാൻ പറ്റൂ. 2 ലക്ഷത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായും 2 ഘട്ടം ഉണ്ടാവാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഇതാണ് കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. 2426 പേർക്കാണ് ഇപ്പോൾ നിയമന ശുപാർശ പോയിരിക്കുന്നത്. ഇനിയും ഏകദേശം 1 വർഷവും 3 മാസത്തോളം കാലാവധിയുണ്ട്. 2027 ജനുവരിയിലാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക. തൊട്ടടുത്ത ദിവസം എന്താണ്, 2027 ജനുവരിയിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് എല്ലാ പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അപ്പൊ അതിനുള്ള സമയമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം പകുതിയോടുകൂടി നമുക്ക് പരീക്ഷ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഒരുപാട് മാസങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇനിയിപ്പോ അടുത്ത വർഷമല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ നോക്കുക, നവംബർ ഡിസംബർ 2 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്താണ് 7 മാസത്തോളം മാത്രമേ നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. 7 മാസം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ്. അതിലിടയ്ക്ക് നമുക്ക് എലക്ഷൻ, പഞ്ചായത്ത് തല എലക്ഷൻ വരാനുണ്ട്. അതുപോലെ നമുക്ക് നിയമസഭ എലക്ഷനും വരാനുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറയുന്നത് 80+ തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 75+ ആയിരുന്നു. ഇപ്പൊ അത് 80+ നമ്മൾ ഉറപ്പായിട്ടും കട്ട് ഓഫ് പ്രതീക്ഷിക്കണം. ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഈ അടുത്ത് നടന്ന പ്യൂണ്, നമ്മുടെ നൈറ്റ് വാച്ച്മാനൊക്കെ 90+ ആണ് കട്ട് ഓഫ് മെയിൻ പരീക്ഷയ്ക്ക്
വന്നിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ 80+ ഉറപ്പായിട്ട് നമുക്ക് കട്ട് ഓഫ് ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആ രീതിയിലുള്ള പഠനം, ആ ഒരു മാർക്കിലേക്ക് എത്താനുള്ള പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റൂ. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എടുക്കുന്ന ഒന്നാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ സിലബസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. പൊതുവിജ്ഞാനം 40 മാർക്കായിരിക്കും, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കായിരിക്കും, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്ക്. ഇങ്ങനെയാണ് ആകെ 100 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പൊതുവിജ്ഞാനം, ആനുകാലികം, സയൻസ്, പൊതുജനാരോഗ്യം, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. നോക്കാം, ഇതിലെ പൊതുവിജ്ഞാനത്തിൽ വരുന്നത് എന്താണ്? 5 മാർക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏരിയക്കാണ്. അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അതുപോലെ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് 5 മാർക്ക് ഇവിടെ കിട്ടും. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. അവിടെ യുദ്ധങ്ങളുണ്ട്, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികൾ, ഇവിടെയും 5 മാർക്ക്. ഇതൊക്കെ നമുക്ക് SSCRT മാത്രം പഠിച്ചാൽ ഇവിടെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വരുന്നത് 5 മാർക്കിന്റെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളുമാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളും മൗലിക കടമകളും അവിടെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, അവിടെ 5 മാർക്ക്. വലിയ കുറ്റമില്ലാതെ നമുക്ക് പഠിച്ച് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് 5 മാർക്കിന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അവിടെ ഇന്ത്യയുടെ അതിർത്തികളെ കുറിച്ചും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചും പഠിച്ച ഏറ്റവും ബേസായ കാര്യങ്ങൾ വെച്ച് പഠിക്കണം. ഏറ്റവും ബേസ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം. അവിടെ 5 മാർക്ക് കിട്ടും. പിന്നെ വരുന്നത് കേരളത്തെ കുറിച്ച്. ഇവിടെ നിങ്ങൾ നോക്കുക, 10 മാർക്കാണ് കേരളത്തെക്കുറിച്ച്. കേരളത്തെക്കുറിച്ച് 10 മാർക്കാണ്. അതിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അറിവാണ്. ഇവിടെ 10 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത്രയധികം ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. പിന്നെ 6ാമത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാരെന്നാണ്. അതായത് കേരളത്തിലെ നവോത്ഥാനം, അതിന് നമുക്ക് 5 മാർക്ക്. ഏറ്റവും അവസാനം വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഓക്കെ, എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ 5 മാർക്ക് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. 5 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുക, 40 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 40 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയ മാത്രം പഠിച്ചു പോയാൽ, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നമുക്ക് ഒരു 35 മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്കുള്ള പഠനം നിങ്ങൾ ഇവിടെ നടത്തുക. കാരണം ഒരുപാട് ബേസും കാര്യങ്ങളൊക്കെയാണ്. SCRT മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 20+ മാർക്ക് നിങ്ങൾക്ക് ഈ GK മാത്രം കിട്ടും, SCRTക്ക്. ഓക്കെ, അടുത്തത് ഇതാ വളരെ പ്രധാനപ്പെട്ട ആനുകാലികം. 20 മാർക്കാണ് ആനുകാലികം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 20 മാർക്കിന്റെ ആനുകാലികമാണ് 2024, 2025, 2026 26 എപ്പോഴാണോ അതിന് ഒരു മാസം മുന്നേ വരെയുള്ള കാര്യങ്ങൾ. ഇത്രയും പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആനുകാലികത്തിന്റെ 20 മാർക്ക് ഉറപ്പിക്കാം. 20 മാർക്ക് ഉറപ്പിക്കാം. 2024 വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ, 25 നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു പോവുക. പിന്നെ ജീവശാസ്ത്രത്തിലേക്ക് വന്നാൽ അവിടെ 5 മാർക്കാണ്. സയൻസിന് ഇവിടെ ജീവശാസ്ത്ര 5 മാർക്കാണ്. അതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, അതുപോലെ കേരളത്തിലെ വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹ്യ വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും പഠിച്ചാൽ നമുക്ക് ഇവിടെ 5 മാർക്ക്. ഇത് നമുക്ക് 5 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇത് പഠിച്ചു പോവുക. പിന്നെ മനുഷ്യ ശരീരവും പഠിച്ചു പോയാൽ പരിസ്ഥിതിക്കും നമുക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും രണ്ടും കൂടി ചേർന്ന് നിങ്ങൾക്ക് 5 മാർക്കാണ്. അതിൽ വരുന്നത് എന്താണ്? ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും, സവിശേഷതകളും. ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ SCRT മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. SCRT മാത്രം നോക്കിപ്പോയാൽ ഈ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ 10 മാർക്കിന്റെ പൊതുജനാരോഗ്യമാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ,
കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ 10 മാർക്ക്. നല്ല രീതിയിൽ ഈ 10 മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും SCRTയും മറ്റു കാര്യങ്ങൾ കൂടി പഠിച്ചു പോയാൽ ഈ 10 മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. പിന്നെ വരുന്നത് ലഘുഗണിതം 10 മാർക്ക്, മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്. ലഘുഗണിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇത്രയും മാത്രമാണ് ലഘുഗണിതത്തിൽ വരുന്നത്. അതുപോലെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 20 മാർക്ക് ഉറപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് 20 മാർക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോക്കുക. ഇവിടെ 20 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിച്ചു പോകാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് SCRTയും PYQമാണ്. അവിടെ സിലബസ് വളരെ നല്ല രീതിയിൽ, ഇപ്പൊ തന്നിരിക്കുന്ന സിലബസ് വളരെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു പോവുക. ഏതൊക്കെ ടോപ്പിക് ആണോ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത് അത് PYQയുമായി ഒത്തുനോക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഒരു മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര ചോദ്യങ്ങൾ PYQയിൽ വന്നിട്ടുണ്ട്. നമുക്ക് 2021 മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യ പേപ്പർ എടുക്കാം. 2021 മുതൽ ഈ 2025 വരെ നടന്ന PYQ ഏതൊക്കെയാണോ നമുക്ക് 10th പ്രിലിംസ് ഉൾപ്പെടെ 10th പ്രിലിംസ് അതുപോലെ LGS ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ പഠിച്ചു പോവുക. 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. LGS ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, LGS ലെവലിൽ നടന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ പഠിക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ SCRT ഏറ്റവും പുതിയതും പഴയതും, SCRT എന്ന് പറയുമ്പോൾ അത് ഓൾഡ് ടെക്സ്റ്റ് നോക്കണം, അതുപോലെ ന്യൂ ടെക്സ്റ്റ് നോക്കണം. രണ്ടിലും, അതായത് പുതിയതിൽ ഉൾപ്പെടാത്തത് എന്തെങ്കിലും ഓൾഡിൽ ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കണം. അങ്ങനെ അതുകൂടെ പഠിച്ചു പോവുക. ഇങ്ങനെ പഠിച്ചാൽ SCRTയും PYQയും അതുപോലെ സിലബസും നിങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു 65+ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 65-ന് മുകളിലേക്ക് ഒരു മാർക്ക് SCRTയും PYQയും മാത്രം പഠിച്ചാൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ കറന്റ് അഫയേഴ്സ്, CA 20 മാർക്കിന്റെ, അതുപോലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഇല്ലേ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അതും നിങ്ങൾ പഠിച്ചു പോവുക. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് 40 മാർക്ക്. ഇവിടെ നിങ്ങൾക്ക് ഈ 40-ൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 35 മാർക്കെങ്കിലും ഇവിടെ നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. 35 മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് എന്താണ് 50 മാർക്കായപ്പോൾ 65-ന് മുകളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ SCRT PYQ അതിൽ ഈ കറണ്ട് മാത്സ് മെന്റൽ എബിലിറ്റി ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കണക്ക് കൂട്ടിയിട്ട് ഇത് 100-ന് മുകളിൽ പോയോ എന്നൊക്കെ ചോദിക്കും. അതൊന്നുമല്ല, ഏകദേശം ഒരു ധാരണ പറഞ്ഞതേ ഉള്ളൂ. അത് കുറക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 60+ ആണ്, 60 മാർക്കാണുള്ളത്. ആ 60 നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ ഒരു 40 മാർക്ക് മറ്റേതിലുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി SCRTക്ക് ഏകദേശം ഇതുവരെയുള്ള SCRT PYQ വെച്ച് നോക്കുമ്പോൾ SCRTയിൽ നിന്ന് മാത്രം 32 മുതൽ 42 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. SCRTയിൽ നിന്ന് മാത്രം, അത് GKയും സയൻസും ഉൾപ്പെടെ SCRTയിൽ നിന്ന് മാത്രം നമുക്ക് 42 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ PYQ എന്ന് നമുക്ക് ഒരു 10-ൽ താഴെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അനുബന്ധ ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ അതിൽ കൂടുതൽ സ്കോർ അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ആ ഏരിയയും കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ്. എന്താണ് ഹോട്ട് ടോപ്പിക്സ്? ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയിൽ ഇപ്പൊ 2021 മുതൽ 25 വരെ നടന്ന ഒരു 10ഓ 15ഓ എക്സാം നടന്നത്, 10 പരീക്ഷ നടന്നിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന, എല്ലാ പരീക്ഷയിലും സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ഏതൊരു പരീക്ഷയായാലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല ഏരിയാസ് നമുക്ക് ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചോദ്യം ഉറപ്പാണ്. ഈ 5-ാമത്തെ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ അത് കടന്നു വരുന്നുണ്ട്. നമുക്ക് നാട്ടുരാജ്യ സംയോജനം ഉറപ്പായിട്ട് നമുക്ക് പഠിക്കണം. മൗലിക അവകാശങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം. പഞ്ചവത്സര പദ്ധതികൾ ഉറപ്പായിട്ട് പഠിക്കണം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട, അതുപോലെ നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും വൈദ്യുത പദ്ധതികളും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ഏരിയാസ് ഉണ്ട്. അതുപോലെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ഉറപ്പായിട്ട് ചോദിക്കും. അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. മനുഷ്യ ശരീരം ഉറപ്പായിട്ട് തലച്ചോറ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, മൂലകങ്ങളും അവയുടെ വർഗീകരണം, അതിൽ തന്നെ മൂലകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. ഏറ്റവും കൂടുതൽ കടന്നു വരാറുണ്ട്. ചലനവും ബലവും കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഊർജവും പരിവർത്തനവും കടന്നു വന്നിട്ടുണ്ട്.
ചിലതിൽ ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട്, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ ഉറപ്പായിട്ടും ചോദ്യമുണ്ട്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിലെ പ്രധാന ഹോട്ട് ടോപ്പിക്സ് ആണ്. ശരാശരി ലാഭവും നഷ്ടവും സമയവും ഇതിലെല്ലാം എന്താണ് കണക്ക് അങ്ങനെ തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. അത് നല്ല രീതിയിൽ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് ഹോട്ട് ടോപ്പിക്സ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന ഏരിയാസ്. അത് കണ്ടെത്തി പഠിക്കുക. അത് മാത്രമായിട്ട് നമ്മൾ ക്ലാസ് നമ്മുടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ബാച്ച് നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി നവംബർ 1-ാം തീയതി മുതൽ, കേരളപ്പിറവി ദിനം മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, റെക്കോർഡർ ആയിരിക്കും കൂടുതൽ. ലൈവ് ഇല്ല എന്ന് പറയുന്നില്ല, ലൈവ് ഉണ്ടാവും. നമ്മൾ PYQ ഡിസ്കഷൻ ലൈവായിട്ട് വരും, അതുപോലെ മോട്ടിവേഷനും മറ്റ് ഇന്ററാക്ഷൻ ഒക്കെ ലൈവായിട്ട് വരും. പക്ഷേ ക്ലാസ്സുകൾ കൂടുതലും റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തന്നെയാണ് പോവുക. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം മെന്റർഷിപ്പ് ഇവിടെ കിട്ടും. അതുപോലെ PDF നോട്ട്, ഏറ്റവും മികച്ച പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF നോട്ട്, അതിപ്പോൾ SCRT ആയാലും പോലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. SCRTക്ക് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. പിന്നെ CA കറണ്ട് അഫയേഴ്സ് 2024 മുതൽ കവർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്, 2024 മുതലുള്ള CA ക്ലാസ്സുകൾ, അത് PSC ബുള്ളറ്റിൻ ആയിക്കോട്ടെ, PSC ബുള്ളറ്റിൻ എന്നുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചോദിക്കും. അതുപോലെ നമ്മുടെ മാതൃഭൂമിയുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ന്യൂസ് പേപ്പേഴ്സിലെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ എല്ലാം കറണ്ട് അഫയേഴ്സിന്റെ സമഗ്രമായ ഒരു ഏരിയ, ഒരു ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ വെറും 699 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് തരേണ്ടത്. അതായത് ഈ ഒരു ഇതിന് ഒരു വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം കഴിയുന്നത് വരെ നമ്മൾ എന്താണ് ഈ ഒരു ബാച്ച് നൽകും. ഓക്കെ, എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ബാച്ച് ആണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്, പ്രിലിംസ് കം മെയിൻസ് ബാച്ച്. അല്ലാതെ നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞിട്ട്, അല്ലെ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി മറ്റൊരു ബാച്ച് അന്വേഷിക്കേണ്ട. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിങ്ങൾ സൂപ്പർ ആയിരിക്കും. ഈ ഒരു ബാച്ച് എടുത്താൽ പോലും നിങ്ങൾക്ക് മറ്റ് പല പരീക്ഷകളിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് ഇവിടെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് ബൈ CE എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് വരും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGSന്റെ ഒരു എനർജി ബാച്ച് എന്ന ഒരു ബാച്ച് നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ കയറി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന 7306662334 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ എന്താണ് അമാദിക്കണ്ട, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നവംബർ 1 മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ഒരുപാട് വൈകുന്നില്ല. നമുക്ക് റിവിഷൻ ഉൾപ്പെടെ ഒരുപാട് PYQ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോ എല്ലാവരും അഡ്മിഷൻ എടുക്കുക, ബാച്ച് കാണണം, നമുക്ക് ജയിക്കണം. ഈ ഒരു ചാകര നമുക്ക് എന്താണ് നമ്മുടേതാക്കി മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുക. നമ്മൾ നിങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ലഭിക്കും. അതിന് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അതായത് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. PDF നോട്ട്, SCRTയുടെ ക്ലാസ്സുകളും മറ്റ് ഓഡിയോ നോട്ടൊക്കെ അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള PSC പരീക്ഷകളോ മറ്റ് മത്സര പരീക്ഷകളോ ദേവസ്വം ബോർഡിന്റെ പരീക്ഷകളോ ഒക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് മറ്റൊരു ഇതിൽ കാണാം. ബൈ.